ഫാത്തിമ മാത കൂട്ടായ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മയെ, ഈ മണിക്കൂറുകളിൽ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അവിടുത്തെ പുത്രന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിൽ സ്വർഗത്തിന്റെ മഹത്വം ഞങ്ങളിൽ നിറയപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷ തുടങ്ങി തീരുന്നത് വരെ ഞങ്ങളുടെ ചിന്തകളും വികാരങ്ങളും കർത്താവിൻ്റെ ഹിതമായി മാറുവാൻ ഇടവരുത്തണമേ. ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഉറക്കത്തിൻ്റെയും വായ്ക്കോട്ടുവായുടെയും മറ്റ് ദുശ്ചിന്തകളുടെയും എല്ലാ ശക്തികളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. സ്വർഗത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കുറച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്മസിനോട് അടുത്തിരിക്കുന്ന സമയമാണ്. ഇനി ഏതാണ്ട് 2-3 ദിവസങ്ങളും കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് എത്തപ്പെടുകയായി. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ഇന്ന് അനേകങ്ങൾ ഇന്ന് ചെറിയ നോമ്പിലാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ അനേകങ്ങൾ ഇന്ന് നോമ്പെടുത്ത് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് അവരുടെ ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് പലരും ഈ ഡിസംബർ 1 മുതൽ 25-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് തങ്ങളുടെ ഇഷ്ടവിഭവങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യം, മാംസം, അതുപോലെ ചില സ്വഭാവങ്ങൾ, ചില അവസ്ഥകളൊക്കെ മാറ്റി ദൈവത്തിൻ്റെ മുന്നിൽ നോമ്പെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവിന് പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്നിരിക്കലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ചെറിയ നോമ്പിലൂടെ ഈ നോമ്പ് അവസാനിക്കാനുള്ള സമയങ്ങൾ അതിനോട് ചേർന്ന് അടുത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേഖല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചത് അത് ഒരു 25 ദിവസത്തേക്ക് മാത്രമാണോ, അതോ ഈ 25 ദിവസം എൻ്റെ ജീവിതത്തിൽ മാറ്റൊന്നും മാറാനില്ലയോ, ഇത് മാത്രം മാറിയാൽ മതിയോ? ഇങ്ങനെ ഒരു ചെറിയ ഒരു വിചിന്തനം നമ്മൾ ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ദൈവം നൽകുന്ന ബോധ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ അനേകങ്ങൾക്ക് വലിയ വിടുതലായി സൗഖ്യമായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ വചനത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അനേകർക്ക് വിടുതലായി മാറണമേ, രോഗസൗഖ്യമായി മാറണമേ, കുടുംബങ്ങളിൽ നിന്നും വലിയ അനുസരണക്കേടിന്റെ അവസ്ഥകൾ കടന്നു പോകുന്ന ദൈവത്തിന്റെ കൃപയായി മാറണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈ മണിക്കൂറുകളിൽ ശ്രമിക്കാൻ പോകുന്ന തിരുവചന ഭോഗം 139-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 23-ഉം 24 തിരുവചനങ്ങൾ. ഏതാണ്? അതെ, സങ്കീർത്തനം 139, അതിന്റെ 23-ഉം 24-ാമത്തെ തിരുവചനങ്ങൾ വായിക്കാമോ? കിട്ടിയത്? ദൈവമേ, എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലാണ് ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ തിരുപ്പിറവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ ജനമേ, എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി മണിക്കൂറുകളിൽ നമുക്ക് നൽകുന്ന ഒരു ബോധ്യമാണ്. ദൈവമേ, എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ എന്ന്. 139-ാമത്തെ സങ്കീർത്തനം 23-ാമത്തെ വചനത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി വലിയ ഒരുക്കങ്ങൾ, വീട്ടിന്റെ മുന്നിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഉണ്ണീശയെ വരവേൽക്കാനായി കാത്തിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഇന്ന് നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം: നിന്റെ വീട്ടിൽ നക്ഷത്രം ഇട്ടിരിക്കുന്നതോ, സീരിയൽ ബൾബുകൾ ഇട്ടിരിക്കുന്നതോ, നിന്റെ വീടിന്റെ മുഴുവനും കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് ഇന്ന് നിന്നോടും എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വീണ്ടും 24-ാമത്തെ വചനം കൂടെ ഒന്ന് വായിക്കാമോ? വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം, ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങി, കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് ചെറിയ നോമ്പിലൂടെ കടന്നു പോകുന്ന നിന്റെ ജീവിതത്തിൽ നീ വിനാശത്തിന്റെ മാർഗത്തിലാണോ ചരിക്കുന്നതെന്ന് നീ എന്ത് ചെയ്യണം? ഒന്ന് ആത്മശോധനം ചെയ്യണം. വീണ്ടും കർത്താവിന്റെ വചനം പറയാണ്, കർത്താവേ, അങ്ങനെയാണ്, അതായത് തിന്മയിലൂടെയാണോ അല്ലെങ്കിൽ വിനാശത്തിന്റെ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നതെങ്കിൽ കർത്താവേ, ആ മാർഗത്തിൽ നിന്നും എന്നെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ശാശ്വത മാർഗത്തിലൂടെയൊക്കെ എന്നെ മാറ്റണമേ. ശാശ്വതമായ മാർഗം, വിനാശത്തിൽ നിന്ന് എന്നെ വിടുവിച്ചുകൊണ്ട് ദൈവത്തിന് പ്രതികരമായ ഒരു ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. ഈ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഈ വചനം ഞങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ, ഈ വചനത്തെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, ദൈവമേ, അവിടുന്ന് എന്നോട് എന്താണോ അങ്ങക്ക് സംസാരിക്കാനുള്ളത് ഈ മണിക്കൂറുകളിൽ സംസാരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ. സംഖ്യയുടെ പുസ്തകം 3-ാമത്തെ പുസ്തകമാണ്. ലേവ്യർ കഴിഞ്ഞ പുറപ്പാട്, ലേവ്യർ, സംഖ്യ. അതിന്റെ 5-ാമത്തെ അധ്യായം 4-ാമത്തെ പുസ്തകം കിട്ടിയ അതിന്റെ 5-ാമത്തെ അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ കിട്ടിയാൽ കുറച്ച് വായി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ, കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റു പറയണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം പഴയ നിയമത്തിലെ നമ്മൾ അവിടെ കേൾക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലെ അതിന്റെ 5ഉം 6ഉം തിരുവചനങ്ങളിലൂടെ നമ്മൾ പറയാണ്, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്തു കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റു പറയണം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി നല്ലൊരു ഒരുക്ക കുമ്പസാരം നടത്തുവാനായി ഒരുങ്ങിയിരിക്കുന്ന പ്രിയജനമേ, കർത്താവ് നിന്നോട് പറയുകയാണ്, നീ എല്ലാ ദിവസങ്ങളിലും എല്ലാ വർഷങ്ങളിലും ആണ്ട് കുമ്പസാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലെങ്കിലും നിന്റെ വിനാശത്തിലൂടെ സഞ്ചരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം വരുവാൻ, ക്രിസ്തു നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് ഉത്ഭവിക്കുവാൻ, കർത്താവ് നിന്റെ ഹൃദയത്തിൽ ജനിക്കുവാൻ, നിന്റെ ഹൃദയം ഒരു പുൽക്കൂടായി രൂപാന്തരപ്പെടുത്തുവാൻ, നക്ഷത്രങ്ങൾ അനേകങ്ങൾക്ക് വഴികാട്ടിയായി നിന്റെ വീടിന്റെ മുൻപിൽ അല്ലടേണ്ടത് നീ ഒരു നക്ഷത്രമായി മാറുവാൻ, അനേകങ്ങളെ സ്നേഹിക്കുവാൻ, നിന്റെ സഹോദരനോട് നിനക്ക് രമ്യതപ്പെടുവാൻ, നിന്റെ ജീവിതത്തിലെ ഈ കുറവുകള്, നിന്റെ ജീവിതത്തിലെ അവസ്ഥകള് അതെല്ലാം ഒന്ന് പരിഹരിക്കണമെന്നാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നല്ലൊരു ഏറ്റുപറച്ചിലിന് വേണ്ടി, എന്താണ് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്? അതെ, നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി കർത്താവ് എന്നെ ഒരുക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രാർത്ഥിക്കുകയും വേണം. എന്റെ ജീവിതത്തെ കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കുകയും ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. സുഭാഷിതങ്ങൾ 28:13 ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം കഴിഞ്ഞ് അടുത്ത പുസ്തകമാണ്. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റു പറഞ്ഞ് പരിതജിക്കുന്നവന് കരുണ ലഭിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വചനമാണ്. ഈ പരിശുദ്ധ വചനം എപ്പോഴും നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏതവസ്ഥയിൽ ജീവിക്കാൻ കടന്നുപോയാലും അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മുൻപിൽ എനിക്കെപ്പോഴും കാണുവാനും കേൾക്കുവാനും പറ്റുന്ന രീതിയിൽ ഈ വചനം എൻ്റെ മുൻപിൽ ഉണ്ടായിരിക്കണം. വചനം എന്താ പറയുന്നത്? തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച്, എൻ്റെ ജീവിതം ഒരു ഐശ്വര്യം നിറഞ്ഞ ജീവിതമാണോ? ഇന്ന് അനേകങ്ങൾ കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ ജോലി മേഖല അനുഗ്രഹമായി മാറുന്നില്ല, എൻ്റെ സാമ്പത്തിക മേഖല അനുഗ്രഹമാവുന്നില്ല, കുടുംബത്തിൽ സമാധാനമില്ല, മക്കൾ ഐശ്വര്യമല്ല, മക്കൾക്ക് സമാധാനമില്ല, മക്കൾ അനുസരിക്കുന്നില്ല. ജീവിതത്തിന്റെ തലങ്ങളിൽ പല മേഖലകളെയും കുറിച്ച് പറയുന്നു. അതുപോലെ അനേക ജീവിത പങ്കാളിമാർ, അനേകം ഭാര്യമാരെ, ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു മേഖല, മദ്യപാനത്തിന്റെ അവസ്ഥയിൽ നിന്നും എൻ്റെ ജീവിത പങ്കാളിക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഒരു മാറ്റം സംഭവിക്കുന്നില്ല, ഒരു വിടുതൽ സംഭവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് എങ്ങനെയുള്ള ഒരു ഭർത്താവിനെ, എനിക്ക് എങ്ങനെയുള്ളൊരു മകനെ, എങ്ങനെയുള്ളൊരു മകളെയാണ് എൻ്റെ കർത്താവ് എനിക്ക് തന്നതെന്ന് ഓരോ കുടുംബങ്ങളും ഇന്ന് ആത്മശോധന ചെയ്യണം. നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന മകനോ മകളോ ദൈവഹിതമല്ലാത്തൊരു പ്രവൃത്തിയിലൂടെ ജീവിക്കുകയാണെങ്കിൽ ആ മകന് വേണ്ടി അവനെ ഉപദ്രവിക്കാനോ അവനെതിരെ സംസാരിക്കാനോ അല്ല നീ തീരുമാനിക്കേണ്ടത്. ആണോ? അല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്താ? പ്രിയമുള്ളവർ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ മകന്റെ അവസ്ഥ എന്താണ്? നിന്റെ മകൻ എങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണ്? നിന്നെ അനുസരിക്കുന്ന വ്യക്തിയാണോ? നിന്റെ മുന്നിൽ അനുസരണക്കേട് മാത്രം
ശ്രമിക്കുന്ന വ്യക്തിയാണോ? പാപത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണോ? നിന്നെ ഒളിച്ചും ഒളിക്കാതെയും ഒക്കെ തെറ്റായ തിന്മയിലൂടെ, തിന്മ മേഖലകളിലൂടെ, ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത അവസ്ഥകളിലൂടെ അവന് തോന്നുന്ന ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണം? നീ ദൈവത്തിന്റെ മുന്നിൽ ഈ ദിവസങ്ങളിൽ മുട്ടുകുത്തണം. പ്രിയമുള്ളവരെ, നീ കർത്താവിന്റെ മുന്നിൽ മുട്ടുകുത്തണം. എന്തിനു വേണ്ടിയാ നീ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നത്? എന്തിനു വേണ്ടിയാ? ഈ മകനെ നിനക്ക് നൽകിയത് ദൈവമാണ്. ഈ ഭാര്യയെ നിനക്ക് നൽകുന്ന ദൈവമാണ്. ഈ ഭർത്താവിനെ നിനക്ക് നൽകിയത് ദൈവമാണ്. ഈ ഭവനം നിനക്ക് നൽകിയത് ദൈവമാണ്. ഈ വാഹനം നിനക്ക് നൽകിയത് ദൈവമാണ്. ഈ ജോലി നിനക്ക് നൽകിയത് ദൈവമാണ്. നിന്റെ ജീവിതത്തിലെ സമസ്തവും നൽകിയിരിക്കുന്നത് ആരാ? ദൈവമാണ്. അപ്പോൾ തന്നവന് മാത്രമേ ആ അവസ്ഥകളെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് തിരുത്താൻ പറ്റത്തുള്ളൂ, അത് അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റൂ. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ജീവിതത്തിന്റെ പ്രതിസന്ധികളും നിന്റെ തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ ഓർത്ത് നീ കരഞ്ഞ് നിലവിളിക്കേണ്ട ഒരവസ്ഥയിലേക്കല്ല നീ കടന്നു പോകേണ്ടത്. പിന്നെ എന്താ നീ ചെയ്യേണ്ടത്? നിന്റെ കർത്താവിന്റെ മുന്നിൽ നീ മുട്ടുകുത്തണം. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥിക്കാനുള്ള കൃപയോഗിച്ച് നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മളോട് പറയുന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. ഗലാത്യ 6, 7, 8 കിട്ടിയാൽ എടുക്കാമോ? കൊറിന്ത്യസ് കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകമാണ് ഗലാത്യ. 2 കൊറിന്ത്യസ് കഴിഞ്ഞ അടുത്ത പുസ്തകം 6-ാം അധ്യായം, അതിന്റെ 7-ഉം 8-ഉം തിരുവചനങ്ങളൊന്ന് വായിക്കാമോ? നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്തെടുക്കും. ആത്മാവിനാൽ വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്നും നിത്യജീവൻ കൊയ്തെടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ പരിശുദ്ധ വചനം എനിക്ക് ആത്മാവും ജീവനുമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിന്റെ മാർഗങ്ങളിൽ ശാശ്വത മാർഗത്തിലൂടെയാണോ കടന്നു പോകുന്നത്? എന്നെ പരിശോധിച്ചെന്ന് അറിയണമേ എന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ കർത്താവേ, തെറ്റുകൾ മറച്ചു വെക്കുന്ന ജീവിതമാണോ എന്റെ ജീവിതത്തിൽ? എന്റെ കർത്താവായ രക്ഷകനും നാഥനുമായ എന്റെ ക്രിസ്തുവിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങി ആ മേഖലകൾക്ക് വേണ്ടി ചെറിയ നോമ്പെടുത്ത് കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾ വേണ്ടി നീ ആദ്യം ചെയ്യേണ്ടത്, നീ എന്താണോ വിതച്ചത് ആ വിതച്ചിരിക്കുന്നത് തന്നെയാണോ നീ കൊയ്യുന്നതെന്ന് നീ എന്ത് ചെയ്യണം? നീ ആത്മശോധനം ചെയ്യണം. ഇന്ന് അനേകങ്ങൾ എന്താണോ വിതച്ചതെന്ന് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അറിയാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവർ, ഇന്ന് അനേകങ്ങൾ മക്കളെയും കൊണ്ട് പല ധ്യാന കേന്ദ്രങ്ങളും കയറി ഇറങ്ങാണ്. ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറാനായിട്ട് എന്താ ചെയ്യുന്നത്? ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറാനായിട്ട് ഇന്ന് അനേകങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥനയായി, ധ്യാന കേന്ദ്രങ്ങളായി, ഉപവാസമായി, മറ്റവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് എങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ് കർത്താവ് തന്നിരിക്കുന്നത്? ഉൽപ്പത്തി 2:18 എന്താ പറഞ്ഞത്? മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലാത്തതിനാൽ എങ്ങനെയാ ചേർന്ന ഇണയെ. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് നിന്റെ കാതുകൾ തുറന്ന് നീ കേൾക്കണം. ഈശോ പറയാണ്, ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും ചേർന്നത്, ഇതിൽ കൂടുതൽ ചേർന്നത് ഈ ലോകത്തിൽ നിനക്ക് എന്തില്ല, നിനക്ക് കിട്ടാനില്ല. ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ മനോഭാവം, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം? മാറ്റണം. എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിരിക്കുന്ന ഭർത്താവ് ഒരു മന്ദബുദ്ധിയാണെന്നല്ല നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടത്. പിന്നെയോ, ഈ ലോകത്തിൽ വെച്ച് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹമുള്ളതാണ് എന്റെ ഈ ഭർത്താവെന്ന് എന്റെ ദൈവം എനിക്ക് പറഞ്ഞിട്ടെന്നുള്ളൊരു ബോധ്യം നിനക്കുണ്ടാവണം. മോശയോട് ദൈവം പറഞ്ഞു, ഇതാ ശക്തനും ധീരനുമായിരിക്കുക. പിന്നെയോ, ഭയപ്പെടുകയോ പരിഭ്രമിക്കും നീ ചെയ്യരുത്. കാരണം എന്താ? നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് നൽകുന്നതെല്ലാം അനുഗ്രഹമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ചെറിയ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ മദ്യപിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ചും ജീവിത പങ്കാളിയിൽ നിന്ന് മാറി ജീവിക്കുന്നതിനെ കുറിച്ചും മറ്റൊരു വിവാഹത്തെ കുറിച്ചും ആണോ നീ ചിന്തിക്കേണ്ടത്? ആണോ? അല്ല. പിന്നെയോ, എന്തിനു വേണ്ടിയാണ് ഈ ദൈവം ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് കുടുംബത്തിൽ മദ്യപാനത്തിന്റെ അവസ്ഥ ഇല്ലാത്തൊരു കുടുംബത്തിൽ ഒരു പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുന്ന എന്റെ ജീവിതത്തിൽ 24 മണിക്കൂറും മദ്യത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളി എനിക്ക് നൽകിയെങ്കിൽ കർത്താവ് എന്താണ് അത് നിന്നിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നിന്റെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നീ മനസ്സിലാക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് 1 കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 7:14 പറഞ്ഞു, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അശുദ്ധരായി തീരുമെന്നാണ് വചനം പറയുന്നത്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിന്റെ തെറ്റുകളും നിന്റെ
ദൈവത്തിന്റെ ബോധ്യങ്ങളും മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ മുന്നിലേക്ക് നീ കടന്നു ചെന്നില്ലെങ്കിൽ, നിന്റെ കുറവുകളിൽ നീ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് ഈശോയെ അങ്ങനെക്ക് നൽകിയ അനുഗ്രഹമായ ഈ ജീവിതത്തിൽ എന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാന ഒരു അവസ്ഥ, എന്റെ കുടുംബത്തിന്റെ ബന്ധങ്ങൾ ശിഥിലീകരിക്കുന്ന അവസ്ഥയാണെന്ന് നീ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് ഈ ജീവിതം എന്ന് ഓർത്തുകൊണ്ട് ഈ ജീവിത പങ്കാളിയെ ദൈവത്തിന് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കണം. അതായിരിക്കണം ഈ ക്രിസ്മസിന് നീ എടുക്കേണ്ട നോയമ്പ്. ജീവിത പങ്കാളി അവസ്ഥ തിന്മയിലൂടെ മറ്റവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ഫോണിലൂടെ മറ്റ് ചാറ്റിങ്ങും മറ്റവസ്ഥകളിലൂടെ കടന്നുപോയി തെറ്റായ സ്നേഹബന്ധത്തിലും അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ, എന്നെ കേട്ടുകൊണ്ട് ലോകത്തിന്റെ പല കോണുകളിലും ഇരിക്കുന്ന പ്രിയജനമേ, ഇന്ന് തമ്പുരാൻ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിന്റെ ഹൃദയം ഒരു പുൽക്കൂടായി മാറ്റപ്പെട്ടോ? കർത്താവിനെ സ്വീകരിക്കുവാനായി, ഈശോയ്ക്ക് നിന്റെ ഹൃദയത്തിൽ വന്ന് ജീവിക്കാനായി, ജനിക്കുവാനായി നീ ഒരു പുൽക്കൂടായി രൂപാന്തരപ്പെട്ടോ? ഇല്ലെങ്കിൽ ഈ ക്രിസ്മസിലും നിനക്കൊരു അനുഭവം ലഭിക്കില്ല. നീ എല്ലാ ക്രിസ്മസും പോലെയും വീടിന്റെ മുന്നിൽ ഒരു നക്ഷത്രം തൂക്കി, നിന്റെ വീട്ടുമുറ്റത്ത് ഒരു പുൽക്കൂടുണ്ടാക്കി, അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുണ്ടാക്കിയ ഒരു ക്രിസ്തുവിനെ അതിൽ കടത്തിക്കൊണ്ട് ഞാനും ക്രിസ്മസിലൂടെ കടന്നുപോയി സന്തോഷത്തിന്റെ സ്വാത്മാർത്ഥ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞുവെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകമല്ല. മറിച്ച് നിന്റെ കുറവുകളിൽ നീ പുൽക്കൂട് രൂപാന്തരമായി മാറിക്കൊണ്ട് അനേകങ്ങൾക്കൊരു പ്രകാശമായി, നിന്റെ ജീവിത പങ്കാളിക്കൊരു പ്രകാശമായി, നിന്റെ മക്കൾക്കൊരു പ്രകാശമായി, അവരുടെ ജീവിതങ്ങളിൽ കുറവുകളിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏത് കൊടുന്തണുപ്പിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാക്കി മാറ്റുവാൻ ദൈവം നിന്നോട് പറയുന്നു. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ദൈവമുള്ളവരെ, ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ, കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്, എന്റെ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നൽകിയിരിക്കുന്ന കാരുണ്യം, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ പറ്റും. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, കർത്താവ് എന്തിനെങ്കിലും ജീവിതം തന്നുവെന്നല്ല ഞാൻ ചോദിക്കേണ്ടത്. ഇത്രയും പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിൽ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം എന്നെ അവഗണിക്കുന്നു എന്നല്ല നീ ചിന്തിക്കേണ്ടത്. പിന്നെയോ, ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ നമ്മൾ വായിച്ച പരിശുദ്ധ വചനം എന്താ പറയുന്നത്? നിന്റെ വിത എന്താണോ അതായിരിക്കും നിന്റെ കൊയ്ത്ത്. നീ എന്താണ് വിതച്ചത് അത് നീ കൊയ്യുമെന്ന പരിശുദ്ധ വചനം പറയുന്നത്. അവിടുന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആത്മാവിനായി നീ വിതച്ചെങ്കിൽ ആത്മാവിൽ നിന്ന് നീ എന്ത് കൊയ്തെടുക്കും? നിത്യജീവൻ കൊയ്തെടുക്കും. നീ ആത്മാവിനായി. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഇന്ന് ലോകം മുഴുവനും ജഡത്തിന്റെ ഒരു മേഖലയാണ്. നോമ്പെടുക്കുമ്പോൾ പോലും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു മേഖലയാണ് ജഡികപരമായ മേഖലകൾ. നിന്റെ മൊബൈൽ ഫോണിലൂടെ നീ 24 മണിക്കൂറും നോമ്പെടുത്തും ഈ ചെറിയ നോമ്പിലൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന നിനക്ക് നിന്റെ മൊബൈൽ ഫോൺ മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ നോമ്പ് എന്താണ്? അതൊരു അനുഗ്രഹമാണോ? പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മേഖലകളിൽ ആദ്യം തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ജഡികപരമായി എൻ്റെ ജീവിതത്തിലെ ഉള്ള മേഖലകളെയാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് 2:4 റോമ 2:4 കിട്ടിയ ആൾ ഉറച്ചു വായിച്ചോ. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകളിൽ നിന്നോട് സംസാരിക്കുകയാണ്. അതെ, ദൈവം നിന്നോട് നിന്റെ ഈ പ്രവൃത്തികളിലൂടെയൊക്കെ, നീ ഈ അവസ്ഥകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് ആർക്കറിയാം? നീ പറഞ്ഞിട്ട് വേണോ നിന്റെ ദൈവം നിന്നെ അറിയാൻ? ആണോ? കാരണം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മോട് പറയുന്നത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. കേട്ടോ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ, എൻ്റെ അമ്മ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ വിവാഹം നടക്കുന്നതിന് മുമ്പ്, എനിക്ക് വേണ്ടി അവർ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ അറിഞ്ഞൊരു കർത്താവ്. ആ ദൈവത്തോടാണ് ഞാൻ ചോദിക്കുന്നത്, കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? എൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ? ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന നീ കാണുന്നില്ലേ? എന്തുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കുന്നില്ല? ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ചുറ്റുപാടും താമസിക്കുന്നവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല, എന്നിട്ടും എന്തുകൊണ്ട് കർത്താവേ? പ്രിയമുള്ളവരെ, ഈ നോമ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നീ ദൈവത്തിന്റെ മുന്നിൽ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ കർത്താവിന്റെ മുന്നിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? തെറ്റുകൾ ഏറ്റുപറയാറുണ്ടോ? അതോ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇല്ലെങ്കിൽ നല്ല ഒരു ഏറ്റുപറച്ചിലിന് വേണ്ടി, എന്താണ് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്? കുമ്പസാര. നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങണം.
പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്ന വചനം കേട്ടോ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മളിപ്പോൾ വായിച്ച് 2:4, അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമായി കാണുകയാണ്. എന്തായിരിക്കും കർത്താവ് അങ്ങനെ പറയാൻ, ഈ പരിശുദ്ധ വചനം ഇങ്ങനെ പറയാൻ എന്താ? നിന്റെ ജീവിതത്തിൽ ഒരു യോഗ്യതകളും ഉണ്ടായിട്ടല്ല കർത്താവ് ഇങ്ങനെ നിന്നെ എന്ത് ചെയ്ത് നിർത്തിയേക്കുന്നത്, നിന്നെ അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നത്, നിന്നെ ഉയരങ്ങളിൽ നിർത്തിയിരിക്കുന്നത്. നിനക്ക് തോന്നുന്ന തെറ്റായൊരു ബോധ്യമാണ്, ഞാൻ ഏതോ വലിയ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ട്, ഞാനൊരു സംഭവം ആയതുകൊണ്ട് ദൈവം എന്നെ എന്ത് ചെയ്യാണ്, ഉയർത്തിയതാണെന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ നസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ? നിന്റെ ജീവിതത്തിലെ നിന്റെ പ്രവൃത്തികൾക്ക് തക്ക കർത്താവ് പ്രതിഫലം തന്നാൽ ഒരിക്കലും നീ എന്ത് ചെയ്യില്ല, നിനക്ക് ആ പ്രതിഫലം ഒന്നും താങ്ങാൻ നിനക്ക് പറ്റുകയില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവിന്റെ മുന്നിൽ മോശ എത്ര ദിവസമാണ് മോശ ദൈവത്തിന്റെ മുന്നിൽ തന്നെ ഇരുന്നു, പല രാത്രിയും പകലും ഒക്കെ. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ ഉഗ്രകോപം ഇസ്രായേൽ ജനത്തിനെതിരെ വന്ന് ആ ജനം നശിച്ചു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസനായ മോശ ദൈവത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഒരിക്കലും അങ്ങ് ഈ ജനത്തെ നശിപ്പിക്കരുത്, ഈ ജനത്തിനെതിരായ ശിക്ഷാ നടപടികളിൽ നിന്ന് അങ്ങ് പിന്മാറണം. കാരണം ഈ ജനത്തെ അങ്ങക്ക് രക്ഷിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അങ്ങ് ഈജിപ്തിൽ നിന്നും വരെ കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞുവെന്ന് മറ്റുള്ളവർ പറയും. കർത്താവേ, അങ്ങ് അതിനിടവരുത്തരുത്. അങ്ങക്ക് എന്റെ പ്രാർത്ഥന പ്രീതികരമാണെങ്കിൽ എങ്ങനെ കർത്താവേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു കേട്ടണം. എന്റെ ഭർത്താവിന്റെ പ്രാർത്ഥന പ്രീതികരമാകണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്റെ മകന്റെ പ്രാർത്ഥനയല്ല, എന്റെ മകളുടെ പ്രാർത്ഥനയല്ല, ഞാൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളല്ല. പിന്നെയോ എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്റെ ജീവിതം. ഈശോ പറഞ്ഞില്ലേ, പ്രവൃത്തി കൂടാതെയുള്ള പ്രാർത്ഥന എന്താവില്ല, ഫലവത്താവില്ല. നിന്റെ പ്രവൃത്തി, നിന്റെ ജീവിതം കർത്താവ് നോക്കും. നിന്റെ ജീവിതമായിരിക്കണം പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ പാപം ചെയ്ത് കുമ്പസാരിച്ച് അവിടുന്ന് ക്രിസ്മസിനും ഈസ്റ്ററിനും മാറി കുമ്പസരിച്ച് പോകാനുള്ള ഒരു ജീവിതമാണോ നിന്റേത്? നീ ഇന്ന് ചിന്തിക്കണം. അനേകങ്ങൾ പറയാണ്, ഒരു പാപം ചെയ്തു, കുമ്പസരിച്ചു, വീണ്ടും ആ പാപത്തിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വീണു പോകുന്നു, പാപത്തിലേക്ക് ഞാൻ വീണ്ടും പോകുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, മഗ്ദലന മറിയം എന്ന് പറയുന്ന സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നിലേക്ക് അനേകങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുവരുവാണ്. അവളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവരെന്താ പറഞ്ഞെന്താ? അവര് ഈശോയോട് പറയാണ്, കർത്താവേ, മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലേണ്ട പാപമാണ് ഇവളിൽ. മോശയുടെ നിയമപ്രകാരം നീ എന്ത് പറയുന്നു? പ്രിയമുള്ളവരെ, അവിടെ വചനം പറയാണ്, ക്രിസ്തു അവളെ നോക്കുന്നില്ല, ഈ വാക്കുകൾ പറഞ്ഞവരെ ശ്രദ്ധിക്കുന്നില്ല. അവനിതാ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നു, അവൻ നിലത്തെഴുതിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സമയങ്ങൾ കടന്നു പോകുന്നു, മിനിറ്റുകൾ കടന്നു പോകുന്നു, മണിക്കൂറുകൾ കടന്നു പോകുന്നു. കുറെ സമയങ്ങൾക്ക് ശേഷം ഈശോ എഴുത്ത് നിരത്തി അവളെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പ്രിയമുള്ളവരെ, നീ ശ്രദ്ധിച്ചു കേൾക്കുക. കുറെ സമയങ്ങൾക്ക് ശേഷം ഈശോ നിലത്ത് നിന്നും തന്റെ എഴുത്ത് നിർത്തിയതിനു ശേഷം ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി അവളോട് ഈശോ ചോദിക്കുന്നു, മകളെ, ആരും നിന്നെ വിധിച്ചില്ലേ? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം ചോദിക്കുകയാണ്, മകളെ, ആരും നിന്നെ വിധിച്ചില്ലേ? അവള് പറയാണ്, ഇല്ല കർത്താവേ, ആരും എന്നെ വിധിച്ചില്ല. ഈശോ എന്ത് മറുപടിയാ പറഞ്ഞത് അവളോട്? ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. എന്നിട്ട് കർത്താവായ ദൈവം അവൾക്ക് എന്തു കൊടുത്തു ഈശോ? അതെ, കർത്താവ് ഒരു ബോധ്യം, കർത്താവ് ഒരു വചനം, കർത്താവ് ഒരു മേഖല അവൾക്ക് കൊടുത്തു. അതെങ്ങനെയാണ്? മേലിൽ പാപം ചെയ്യരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, നീയും ദൈവത്തിന്റെ മുന്നിൽ ഈ നോമ്പ് കാലത്ത്, ഈ ചെറിയ നോമ്പിലൂടെ നീ കടന്നു പോകുമ്പോൾ, ഈ ഡിസംബർ 1 മുതൽ 25 ദിവസങ്ങൾ നോമ്പെടുത്ത് ദൈവത്തിന്റെ മുന്നിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈശോയുടെ മുന്നിൽ ഇരിക്കുവാൻ എനിക്ക് സമയം കണ്ടെത്തണം. ഈ നോമ്പെന്ന് പറയുന്നത് എന്റെ ക്രിസ്തുവുമായി ഞാൻ ചേർന്നിരിക്കേണ്ട സമയങ്ങളാണ്. എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും പറയുവാനും ഏറ്റുപറയുവാൻ സാധിച്ചില്ലെങ്കിലും എന്റെ കർത്താവിന്റെ മുന്നിൽ ഇരുന്നാൽ മതി. പ്രിയമുള്ളവരെ, മഗ്ദലന മറിയം കർത്താവിന്റെ മുന്നിൽ മണിക്കൂറുകളോളം നിന്നപ്പോൾ കർത്താവിൽ നിന്നുള്ള കൃപയിൽ, ഈശോയുടെ അഭിഷേകത്തിന്റെ ശക്തിയാലാണ് അവനിലേക്ക് എന്ത് നടന്നതെന്ന്, അവളിലേക്ക് അനുതാപത്തിന്റെ ആത്മാവ്, അനുദമിക്കുവാനുള്ള കൃപ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നീ നിന്റെ ദൈവത്തിന്റെ മുന്നിൽ ഇതുപോലെ ഈ ക്രിസ്മസ് കാലത്ത്, ഈ ഒരുക്ക ദിവസങ്ങളിൽ, കർത്താവിന്റെ പിറവിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഈ സമയങ്ങളിൽ ദൈവത്തിന്റെ മുന്നിൽ ഇതുപോലെ നീയും കുറെ നേരം ഇരിക്കുവാൻ സമയം കണ്ടെത്തിയാൽ അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവര് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ.
പ്രിയമുള്ളവരെ, കർത്താവ് പറയാണ് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, കർത്താവിന്റെ കാരുണ്യം, ഈശോയുടെ കരുണ എന്ന് പറയുന്നത് എന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. അനുതാപമാണ് എന്റെ ദൈവത്തെയും എന്നെയും തങ്ങളിൽ ചേർത്ത് നിർത്തുന്നത്. നിന്റെ ജീവിതത്തിലെ നിന്റെ ജോലിയോ നിന്റെ സമ്പത്തോ നീ ലോകം മുഴുവൻ നേടിയാലും പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാനങ്ങളില്ലെങ്കിൽ, കർത്താവിന്റെ കരുണയില്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ പറ്റില്ല? നിനക്കൊന്നും നേടാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, സകലതും കർത്താവിന്റെ ദാനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം 1 കൊരിന്ത്യർ 4:7. കിട്ടിയ ആൾ ഉച്ചത്തിൽ വായിച്ചേ. 1 കൊരിന്ത്യർ 4:7 വായിച്ച മോനെ. നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ടോ? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മെട്ടിൽ നീ എന്തിനഹങ്കരിക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, സകലതും വാങ്ങി വലിയ വില കൊടുത്ത് വലിയ ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഒക്കെ പുൽക്കൂടൊക്കെ സ്വരൂപിച്ച് വീട്ടിന്റെ ഫ്രണ്ടിലും മുറ്റത്തും സിറ്റ് ഔട്ടിലും വീട്ടിനകമൊക്കെ വളരെ മനോഹരമായൊക്കെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന നിന്നോടെന്ന് സർവശക്തനായ ദൈവം ഈ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് മഹാത്മ്യമാണ് നിനക്കുള്ളത്? ഞാൻ നൽകിയതല്ലാതെ എന്തെങ്കിലും നിനക്കുണ്ടോ? ഒന്നുമില്ല. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്ന് കർത്താവ് ഈ ക്രിസ്മസിന് നമ്മളോട് ചോദിക്കുകയാണ്. കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ജനത്തിനോട് വലിയ കർത്താവിന്റെ അഭിഷേകം ലഭിക്കുവാനായി ചെറിയ നോമ്പൊക്കെ എടുത്ത് തീരുമാനിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ചോദിക്കുന്ന ഒരു മേഖലയാണ്, മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ ദൈവം ഞാൻ നൽകിയതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ആയതിനാൽ അനുദപിക്കാൻ ഇതാ ഞാൻ അവൾക്ക് അവസരം കൊടുത്തു. അവളുടെ പാപത്തെ കുറിച്ച് അവളെ അനുദപിക്കുന്നില്ല. ഞാൻ ഇതാ അവളെ രോഗശൈലിയിലേക്ക് തള്ളിയിടുന്നുവെന്ന് വെളിപാടിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 21 മുതലുള്ള തിരുവചനത്തിൽ നമ്മോട് വാഗ്ദാനം നൽകിയ സർവശക്തനായ ദൈവം എന്ന് പറയാണ്, ഇതാ അനുദപിക്കാൻ ഞാൻ നിനക്കൊരു അവസരം. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിൽ നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഇന്നത്തെ ദിവസം എന്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അനുദപിക്കാനുള്ള സമയമാണ്. എന്റെ കർത്താവിന് മുൻപിൽ അനുദപിക്കാനുള്ള സമയം. എന്റെ കർത്താവേ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയാനുള്ള സമയം. ധൂർത്തുപുത്രൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടവൻ പറഞ്ഞു, കർത്താവേ, അങ്ങയ്ക്കെതിരെയും സ്വർഗത്തിനെതിരെയും ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ, ആരുടെ മുന്നിലാ? അതെ, നിന്റെ ചുറ്റുപാട് താമസിക്കുന്ന വ്യക്തികളുടെ മുമ്പിലല്ല, നിന്റെ വലിയ കൂട്ടുകാരുടെ മുന്നിലല്ല, പിന്നെയോ അങ്ങയുടെ മുൻപിൽ ഞാൻ മകൻ എന്ന് വിളിക്കുവാൻ ഒരു യോഗ്യത എനിക്കില്ല കർത്താവേ. ആയതിനാൽ എന്റെ യോഗ്യത എനിക്ക് പുനഃസ്ഥാപിക്കണമേ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ നീ ഉപേക്ഷിക്കുവാനുള്ളത് ഉപേക്ഷിക്കുവാനും കർത്താവിന്റെ മുന്നിൽ എളിമപ്പെടുവാനും ദൈവം അനുവദിച്ചിരിക്കുന്ന സുദിനങ്ങളാണ് ഈ ഡിസംബർ 1 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. റോമ 8:7 കിട്ടിയോ? കിട്ടിയ ആൾ ഉറച്ചു വായില്. റോമ 8:7. ആർക്കും കിട്ടിയില്ലേ? ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. എന്താണ് ജഡിക താല്പര്യം? ഈ ലോകത്തിൻ്റെതായ ആധിപത്യങ്ങൾ, എപ്പോഴും സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം. ദുഃഖങ്ങൾ, കുരിശ് ഒരിക്കലും എന്താ ആഗ്രഹിക്കുന്നില്ല? സഹനം ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് സഹനം വേണ്ട, എപ്പോഴും തിന്നും കുടിക്കണം. പ്രിയമുള്ളവരെ പറഞ്ഞു കേട്ടോ, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ്, എപ്പോഴും സന്തോഷം നിറഞ്ഞൊരു ജീവിതം മാത്രമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹം എന്ന് പറയുന്നത് നിന്നെ പാപത്തിന്റെ അവസ്ഥയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരിക്കലും എവിടേക്കല്ല? ദൈവസന്നിധിയിലേക്കല്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണെന്ന വചനം പറയുന്നത്. നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. ജഡത്തിനോട് മാത്രം താല്പര്യപ്പെട്ട് എപ്പോഴും ഉണ്ടും ഉറങ്ങിയും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് ദൈവത്തിന്റെ മുന്നിൽ എല്ലാ സമയങ്ങളിലും എന്റെ ജഡത്തെ ഒരുക്കി നടക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പ്രിയമുള്ളവർ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരുക്കി ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഏറ്റവും മെച്ചമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ഈ ജഡത്തിന്റെ അവസ്ഥ എന്താണ് സംഭവിക്കുന്നത്? ഇത് വെറും പുഴുക്കൾക്ക് മാത്രം വിട്ടുകൊടുക്കേണ്ടതാണ്. എന്നാൽ നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞാത്മാവിനെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞാത്മാവിനെ. അതിന്റെ അവസ്ഥ എന്താണ്? പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം വിളിക്കുമ്പോൾ നീ ദൈവസന്നിധിയിലേക്ക് നിന്റെ ആത്മാവ് മാത്രമാണ് യാത്ര ചെയ്യുന്നത്. നീ ഇവിടെ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ഈ ലോകത്തിന്റെ ഭക്ഷണങ്ങളാൽ ജീവിതത്തിന്റെ മേഖലകളെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ ജഡം, നിന്റെ ശരീരം
ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടില്ല. പകരം ആത്മാവ് മാത്രമാണ്. എൻ്റെ ശരീരത്തിന്റെ, എൻ്റെ ജഡത്തിന്റെ അവസ്ഥ എന്താണ്? ഉണ്ടുമുറങ്ങിയും ദൈവത്തിന് പ്രീതിപ്പെടാത്ത രീതിയിൽ ദൈവികപരമായ മേഖലയിൽ കടന്നു പോകാതെ തിന്മ മാത്രം സന്തോഷം കണ്ടെത്തി തിന്മയിൽ മുഴുകി തിന്മ മാത്രം ആ ഒരു മേഖലയിലൂടെയാണോ നീ കടന്നു പോകുന്നതെങ്കിൽ ഈ ക്രിസ്മസ് ഒരുക്കത്തിൽ, ഈ സമയങ്ങളിൽ ദൈവത്തിന്റെ മുന്നിൽ ഒരു ആത്മശോധനം ചെയ്യുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന മേഖലയാണ്. പ്രിയമുള്ളവരെ, അവിടുന്ന് വചനം പറയാണ്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണെന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ദൈവവുമായി ഒരു കോംപ്രമൈസിന് നീ തയ്യാറാവേണ്ട സമയമാണ്. എന്റെ ജഡത്തെയൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ട സമയം. എന്റെ ജഡമല്ല എന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, പകരം എന്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആത്മാവാണ്. എന്റെ ജഡത്തിനെയൊക്കെ ഒന്ന് ഞാൻ പിടിച്ചു കെട്ടുവാൻ, എന്റെ ആഹാരമൊക്കെ ഒന്ന് ക്രമീകരിച്ച് ദൈവത്തിന്റെ മുന്നിൽ വലിയൊരു നോമ്പിലേക്ക് ഇനി കടന്നു പോകുവാനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈ ചെറിയ നോമ്പിലൂടെ തന്നെ എനിക്ക് എന്ത് വേണം? എന്റെ ജീവിതത്തെ ഒന്ന് കൺട്രോൾ ചെയ്യുവാനൊരു കൃപയാക്കി ഈ ചെറിയ നോമ്പ് മാറ്റണം. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയാണ്, അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. ഏതാ ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാത്ത? ഏതാ? ജഡിക ജീവിതം, ജഡികരായി ജീവിക്കുന്ന ജീവിതം, ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ജീവിതത്തിൽ ദൈവത്തിന്റെ നിയമത്തിന്, നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പനകള്. എന്റെ ജീവിതത്തിൽ കൽപ്പനകൾ ലംഘിക്കുന്ന ഒന്നാമത്തെ മേഖലയാണ് എന്റെ ജഡത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുക്കിക്കൊണ്ട് നടക്കുന്നത്, എന്റെ ജഡത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാത്തിനും മറ്റൊരു വ്യക്തി എന്റെ ജഡത്തെ നോക്കണം, കാണണം, ആസക്തി കൊണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ജഡത്തെ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തെ എല്ലാത്തിനേക്കാൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ജീവിതമാണെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വലിയ നോമ്പിലേക്ക് ഞാൻ കടന്നു പോകാൻ ഇനി ഒരു മാസത്തെ സമയമുള്ളൂ. അതിനുശേഷം വീണ്ടും ഞാൻ വലിയൊരു എൻ്റെ കർത്താവിന്റെ പീഡാസകന മേഖലയിലേക്ക് കടന്നു പോകും. പ്രിയമുള്ളവരെ, സഭ നമുക്ക് ഓരോ വർഷവും ക്രിസ്മസും അവിടുന്ന് ഈസ്റ്ററും ഒക്കെ അതിന്റെ വലിയ നോമ്പും ചെറിയ നോമ്പും ഒക്കെ നൽകിയിരിക്കുന്നത് അതിലൂടെ കർത്താവിന്റെ കൃപയാൽ നിറഞ്ഞ് എൻ്റെ ശരീരത്തെ എനിക്ക് എന്ത് ചെയ്യണം? അവിടുന്ന് വിശുദ്ധീകരിക്കാൻ എനിക്ക് പറ്റണം. ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മാത്രമേ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ എനിക്ക് സാധിക്കൂ. എനിക്ക് ഒറ്റയ്ക്കും ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ വചനം പറയുന്നത്, കർത്താവേ, അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആദ്യം വായിച്ച വചനമില്ലേ? സങ്കീർത്തനം 139:24. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവമേ, അങ്ങനെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് അങ്ങ്? അതെ, ഞാൻ വിനാശത്തിന്റെ മാർഗത്തിലാണോ? ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ വിനാശത്തിന്റെ മേഖലയിൽ നിന്നും എന്നെ എന്ത് ചെയ്യണം? എന്നെ തിരിച്ചു വിളിക്കണം. നല്ലൊരു ഏറ്റുപറച്ചിന് വേണ്ടി, നല്ലൊരു അനുതാപത്തിന് വേണ്ടി ഈ ക്രിസ്മസ് കാലം ദൈവം നമ്മളെ ക്രമീകരിക്കട്ടെ. ദൈവം നൽകിയ എല്ലാ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.